പയറും അച്ചാറും. നോൺ വെജ് ഒന്നുമില്ല, നോമ്പിലാണ് ആ സമയത്ത്. ആ കഴിക്കണ കഞ്ഞിക്കുള്ള രുചി വേറെ ഒന്നിനും കിട്ടൂല. അതെ, ബേസിൽ ജോസഫ് പറഞ്ഞ ആ ഓജി കഞ്ഞി കുടിക്കാനുള്ള പോക്കാണ് ഞങ്ങൾ ഈ ചാടി പോകുന്നത്. കഴിഞ്ഞ ഇലക്ഷനെങ്കിലും ഈ റോഡ് അടിപൊളിയാവുമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ ഹോപ്സ് ലോസ്റ്റായി. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എങ്ങനെയുണ്ട്? സുന്ദരമായിട്ടില്ലേ? പിന്നെ ഞങ്ങൾ നേരെ പറപ്പിച്ച് വിടുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരം കിട്ടുന്ന സിഗ്നൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ ഏറ്റുവാങ്ങി. പിന്നെ ഞാൻ ഇന്ന് നെയിൽസ് കളർ ചെയ്തു. ബിക്കോസ് എനിക്ക് പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ എൻ്റെ കാലിലോട്ടും കീഴിലോട്ടും നിൽക്കുമ്പോൾ എനിക്കെന്തോ നെയിൽസ് പെയിൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുതി നെയിൽ പോളിഷ് ഇട്ടു. പിന്നെ എൻ്റെ അമ്മ പറപ്പിച്ച് വിടുന്നത് പള്ളിയിലോട്ടെത്താൻ ലേറ്റ് ആയതുകൊണ്ടാണ്. അമ്മ നെഞ്ചുവേദന എടുത്തിട്ടാണ് പറപ്പിക്കുന്നത്. ബിക്കോസ് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് മേടിച്ച്. പിന്നെ നമ്മുടെ സ്വന്തം അറുത്താറ്റ പള്ളിയിലെത്തി. ഇതാണ് എൻ്റെ ഇടവക പള്ളി. അങ്ങനെ ചെന്നപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ എങ്ങനെയോ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നു. പിന്നെ കുരിശുമുത്താളെ തിരക്കാണിത്. കുരിശുമുത്താൻ പോയി. ഈ പള്ളിയിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് കുരിശ് മുത്തിയിട്ടുണ്ട്. പേഷ്യൻ്റായി ലൈൻ പാലിച്ച് എല്ലാവരും അടിപൊളിയിട്ട് കുരിശ് മുത്തി. പിന്നെ ഇതാണ് നമ്മുടെ യേശുവിൻ്റെ ശരീരം. ഇത് 3 റൗണ്ട് നമ്മുടെ പള്ളിക്ക് ചുറ്റും. പിന്നെ കുറേ ചടങ്ങുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വിശന്നിട്ട് തന്നെ കഞ്ഞിയിലായിരുന്നു. പിന്നെ നമ്മുടെ ഓജി കഞ്ഞി. പിന്നെ എനിക്ക് എൻ്റെ കഞ്ഞിയിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഞ്ഞി മാത്രമാണ് കുടിച്ചത്. പിന്നെ ഞാൻ കേട്ട ആ കടുമാങ്ങയൊക്കെ 48 hours എടുത്ത് എന്തോ ഉണ്ടാക്കിയ. Hats off to the people behind it. So that's it about my Dukkavadi. See you next vlog. Bye.